ഒരു കുടുംബത്തിന്റെ ഒരു വിളക്കെന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അല്ലെ. അതിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് നമ്മൾ വിളിക്കാറുണ്ട് സ്ത്രീയെ. സ്ത്രീ എന്ന് പറയുന്നത് ഒരു അമ്മയായിട്ട്, ഒരു പെങ്ങളായിട്ട്, മകളായിട്ട്, ഒരു മരം അതിന്റെ എല്ലാ ശാഖകളെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന പോലെയാണ് ഒരു സ്ത്രീ അവരുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാ ആൾക്കാരും ചേർത്ത് പിടിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണ്ടേ നമ്മൾ, അല്ലെ. അപ്പൊ സ്ത്രീയുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഹോർമോണൽ ചേഞ്ചസ് ലേഡീസിലാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പൊ ആ സ്ത്രീകൾക്ക് ഒരു രക്ഷ എന്ന് പറയുന്നത്, ഒരു ശരീര രക്ഷ എല്ലാ പ്രായത്തിലും അനിവാര്യമാണ്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മിക്കവാറും അങ്ങനെ ഒരു സംഭവം ആരും ചെയ്യാറും കൂടെ ഇല്ല. അപ്പൊ ശരിക്കും പഴയ കാലങ്ങളിൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ആ കുട്ടിക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള കുറെ രക്ഷകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ ഓരോ വളർച്ചാ സമയത്ത് ആ വളരാൻ ആവശ്യമുള്ള ഓരോ ഏജിലും നമ്മൾ വേണ്ട പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഒരു വയസ്സറിയിക്കുന്ന സമയത്താണെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ ഉള്ള രക്ഷകൾ അന്നത്തെ ആൾക്കാർക്ക് അറിയായിരുന്നു. 4 ദിവസം 7 ദിവസം ഒക്കെ ഓരോ ഭക്ഷണ രീതികൾ, ആ സമയത്ത് വേണ്ട കൊടുക്കേണ്ട ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ കുറെ ചേഞ്ചസ് ബോഡിയിൽ വരുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള കുറെ ഭക്ഷണ രീതികൾ തന്നെ ഫോളോ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞൊരു ഒരു കല്യാണ സമയമാകുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ വേണ്ട എന്താണ് രക്ഷ കൊടുക്കുക. ഡെലിവറി ആവണം അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവണ സമയത്ത് ഒരു രക്ഷ കൊടുക്കലുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു രക്ഷ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ പൊതുവെ നമ്മുടെ സ്ത്രീയുടെ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള രക്ഷകൾ കൊടുക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾക്ക് യാതൊരു രീതിയിലും ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ ഓരോ പ്രായത്തിലും വേണ്ട രീതിയിലുള്ള ആ ഒരു രക്ഷ കൊടുത്തോണ്ടിരുന്നിരുന്ന സമയത്ത് ആരോഗ്യമൊന്നും ഇന്ന് ഒരു സ്ത്രീകൾക്കും ഇല്ല. നമ്മൾ പലപ്പോഴും ഒരു ഗൈനക്കോളജി ടേബിളിനകത്തുള്ള ഒരു എന്താ പറയുക, ഒരു പരീക്ഷണ വസ്തുവായി മാറിക്കൊണ്ടിരിക്കുക ഓരോരുത്തർ. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഒരു വയസ്സറിയിച്ച കുട്ടി അല്ലെങ്കിൽ നമ്മളൊരു പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ മെനോപോസ് വരെയുള്ള സമയത്ത് പല രീതിയിലുള്ള അസ്വസ്ഥതകളാണ് ലേഡീസിന് ഈ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഒരുപക്ഷെ തലവേദനയായിട്ടാവാം, നടുവേദനയായിട്ടാവാം, വയറുവേദനയായിട്ടാവാം, മൂഡ് സ്വിങ്സ് ആയിട്ടാവാം, ഓവർ ബ്ലീഡിങ് ആയിട്ടാവാം, ബ്ലീഡിങ് ഇല്ലാത്ത രീതിയിലുള്ള ആവാം, ചിലപ്പോൾ പല ദേഷ്യം വരുന്ന ഒരു പ്രകൃതം ഉണ്ടാവും. ഇതെല്ലാം ഈ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഹോർമോണൽ ഇംബാലൻസിനകത്തും ഒക്കെ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എത്രയൊക്കെ രീതിയിൽ ഈ ക്ലാസ്സസിനെ മിസ് ചെയ്യാൻ പറ്റും. ഇവർക്ക് ക്ലാസ്, പരീക്ഷ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെമഡി എന്താ കാണുക? എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ എടുത്ത് കഴിക്കാം, അല്ലെ. ആ പെയിൻ കില്ലർ എടുത്ത് കഴിക്കുന്നതോ അറിഞ്ഞും അറിയാണ്ടും കഴിക്കണവരുണ്ട്. അറിയാം അത് തെറ്റാന്നും അത് ശരീരത്തിന് ദോഷം ചെയ്യുന്നു അറിയാം, എന്നാലും പലപ്പോഴും അമ്മമാർ അതെടുത്ത് കൊടുക്കാറുണ്ട്. ഇത് കഴിച്ചാൽ ലിവറും കിഡ്നിയും ഒക്കെ പ്രശ്നമാവുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കുന്നതും അറിയാണ്ട് കഴിക്കുന്നതും ഇഷ്ടംപോലെ നമ്മുടെ ചുറ്റുമുണ്ട്.